നമസ്കാരം, എല്ലാവർക്കും മൈ നോട്ട്ബുക്കിലേക്ക് സ്വാഗതം. നമ്മുടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് VFAക്കായിട്ടുള്ള സിലബസ് വൈസ് ക്ലാസ്സുകൾ തുടങ്ങുകയാണ്. അപ്പോൾ ആദ്യം തന്നെ മലയാളത്തിൻ്റെ ക്ലാസ് ആണ്. അപ്പോൾ മലയാളത്തിൽ നമുക്കറിയാം ഇത്രയും ടോപ്പിക്കുകളാണ് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. 10 മാർക്കിനാണ് വരുന്നത്. അപ്പോൾ ഇതിൽ ഇന്ന് നമ്മൾ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് വചനം ആണ്. അപ്പോൾ വചനം എന്താണ്, ഏതൊക്കെ ടൈപ്പ് ഉണ്ട് എന്ന് പഠിച്ചതിന് ശേഷം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അവസാനം ഒരു ചോദ്യം നിങ്ങൾക്കായിട്ടും തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. മലയാളം വ്യാകരണത്തിൽ വചനം ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ PSC പരീക്ഷയിൽ 10 മാർക്ക് നേടാൻ ഉറപ്പിക്കാൻ ആദ്യം തന്നെ നമുക്ക് മലയാളം പഠിച്ച് തുടങ്ങാം. എന്താണ് വചനം എന്ന് പറയുന്നത്? ഒരു വസ്തു ഒന്നോ അതിലധികമോ എന്ന് കാണിക്കുന്നതിനായി നാമത്തിൽ വരുത്തുന്ന രൂപഭേദത്തെയാണ് വചനം എന്ന് പറയുന്നത്. ഒരു വസ്തു ഒന്നാണോ അല്ലെങ്കിൽ അതിലധികമാണോ എന്ന് കാണിക്കാനായി നാമത്തിൽ വരുത്തുന്ന രൂപഭേദമാണ് വചനം. ഇപ്പോൾ ഒരു കാര്യം പ്രത്യേകം നോട്ട് ചെയ്യേണ്ടത്, ഈ ഒരു ഓപ്ഷനൊക്കെ തരുമ്പോൾ ദ്വിവചനം എന്നുകൂടി തരാറുണ്ട്. അപ്പോൾ അറിയാതെ പോലും മലയാളത്തിൽ ദ്വിവചനം എന്നുള്ളത് നിങ്ങൾ ടിക്കിടരുത്. കാരണം സംസ്കൃതത്തിൽ വചനം 3 തരത്തിലാണ് പറയാറ്, 3 വിധത്തിലാണ്: ഏകവചനം, ദ്വിവചനം, ബഹുവചനം. എന്നാൽ മലയാളം ഉൾപ്പെടുന്ന ദ്രാവിഡ ഭാഷകളിൽ ദ്വിവചനം ഇല്ല. സംസ്കൃതത്തിൽ ആണ് വചനം 3 ഉള്ളത്. ദ്വിവചനം സംസ്കൃതത്തിലേ ഉള്ളൂ. ഇനി എന്താണ് ഏകവചനം? ഒന്നിനെ മാത്രം കുറിക്കുന്നതാണ് ഏകവചനം. ബഹുവചനമോ? ഒന്നിലധികം എണ്ണത്തെ അല്ലെങ്കിൽ കൂട്ടത്തെ കുറിക്കുന്നതാണ് എന്ത്? ബഹുവചനം. ബഹുവചന പ്രത്യയങ്ങൾ. എന്താണ് ബഹുവചന പ്രത്യയങ്ങൾ എന്ന് പറഞ്ഞാൽ? അതായത് നാമപദങ്ങൾക്ക് ഇപ്പം നമ്മൾ പറഞ്ഞു നാമത്തിന് എങ്ങനെയാണ് മാറ്റം വരുത്തുന്നത് എന്നതാണ് അല്ലേ. ഒന്നാണോ ഒന്നിലധികമാണോ എന്ന് വിചാരിച്ചു. അപ്പോൾ ബഹുവചന പ്രത്യയങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നാമപദങ്ങൾക്ക് മുകളിൽ അല്ലെങ്കിൽ കൂടെ കൾ, മാർ തുടങ്ങിയ പ്രത്യയങ്ങൾ ചേർത്താണ് ബഹുവചനം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഏകവചനവും ബഹുവചനവും കുറച്ച് ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. പുസ്തകം, പുസ്തകങ്ങൾ; പുരുഷൻ, പുരുഷന്മാർ; സ്ത്രീ, സ്ത്രീകൾ; അമ്മ, അമ്മമാർ; മരം, മരങ്ങൾ; മനുഷ്യൻ, മനുഷ്യന്മാർ; മനുഷ്യർ എന്നും പറയും. അപ്പോൾ ഇതിൽ കൾ അല്ലെങ്കിൽ മാർ എന്നിവയൊക്കെ ജോയിൻ ചെയ്തിട്ടല്ലേ കൂട്ടിച്ചേർത്തിട്ടാണ് ബഹുവചനം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ബഹുവചനത്തിന് തന്നെ 3 വിഭാഗങ്ങളുണ്ട്. പ്രധാനമായിട്ട് 3 തരംതിരിക്കാം. ആദ്യത്തേത് സലിംഗ ബഹുവചനം. എന്താണ് സലിംഗ ബഹുവചനം? അതായത് ലിംഗം ഉള്ളത് എന്ന് അർത്ഥമാണ്. അതായത് പുല്ലിംഗം, സ്ത്രീലിംഗം, നപുംസകലിംഗം എന്നിവയിൽ ഏതെങ്കിലും ഒരു ലിംഗത്തിൻ്റെ മാത്രം ബഹുത്വത്തെ അല്ലെങ്കിൽ കൂട്ടത്തെ കാണിക്കുന്നതിനാണ്. അപ്പോൾ ആ ഉദാഹരണം പറയുവാണെങ്കിൽ ആൺകുട്ടികൾ. ഇപ്പം ആൺകുട്ടികൾ എന്ന് പറയുന്നത് ബഹുവചനമാണ്. അത് സലിംഗ ബഹുവചനമാണോ, ഇനി പഠിക്കാൻ പോകുന്ന അലിംഗ ബഹുവചനമാണോ? സലിംഗ ബഹുവചനം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ലിംഗത്തിൻ്റെ മാത്രം ബഹുത്വത്തെ കുറിക്കുന്നതായിരിക്കണം. അപ്പം ആൺകുട്ടികൾ എന്ന് പറയുമ്പോൾ അതേതാണ്? പുല്ലിംഗമാണ് അല്ലേ. പുല്ലിംഗത്തിൻ്റെ മാത്രം ബഹുത്വത്തെ കുറിക്കുന്നതാണ് ആൺകുട്ടികൾ. അതുപോലെ അടുത്തൊരു ഉദാഹരണമാണ് പെൺകുട്ടികൾ. ഇതും എന്താണ്? സലിംഗ ബഹുവചനമാണ്. കാരണം സ്ത്രീലിംഗത്തിൻ്റെ മാത്രം, പെൺകുട്ടി എന്ന് പറയുന്ന സ്ത്രീലിംഗമാണ്, അതിൻ്റെ മാത്രം ബഹുത്വത്തെ കാണിക്കുന്നു പെൺകുട്ടികൾ എന്ന് പറയുന്നത്. അടുത്തത് പൂങ്കോഴികൾ, ഭാര്യമാർ; നദികൾ, മലകൾ. മലകൾ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നദികൾ എന്ന് പറയുമ്പോൾ എന്താണ്? നപുംസകലിംഗമാണ്. അതായത് സ്ത്രീ, പുരുഷൻ എന്ന് പറയാൻ പറ്റാത്ത ഇതാണ് നപുംസകലിംഗം പറയുന്നത്. പിടിയാനകൾ, ഗായികമാർ. ഇതെല്ലാം എന്താണ്? സലിംഗ ബഹുവചനമാണ്. ഇനി അടുത്തതാണ് അലിംഗ ബഹുവചനം. നമുക്ക് 3 തരത്തിലാണെന്ന് പറഞ്ഞു. രണ്ടാമത്തേതാണ് അലിംഗ ബഹുവചനം. പുല്ലിംഗവും സ്ത്രീലിംഗവും ഒരുമിച്ച് ചേർന്ന് അവയ്ക്ക് പൊതുവെയുള്ള ബഹുത്വം കാണിക്കുന്നതാണ് അലിംഗ ബഹുവചനം. അതായത് രണ്ടിനും കൂടി കോമൺ ആയിട്ട് ആൺ-പെൺ വ്യത്യാസം പ്രത്യേകമായി തിരിച്ചറിയാൻ സാധിക്കാത്ത ബഹുവചന രൂപമാണിത്. അതായത് ഇപ്പോൾ കുട്ടികൾ, കുട്ടികൾ എന്ന് പറയുമ്പോൾ അതെന്താണ്? ബഹുവചനമാണ്. പക്ഷെ ആൺകുട്ടികളാണോ പെൺകുട്ടികളാണോ രണ്ടും ഉൾപ്പെടാം അല്ലേ. അങ്ങനെയുള്ള ആ ഒരു സമൂഹമായിട്ട് അല്ലെങ്കിൽ കൂട്ടമായിട്ട് പറയുന്ന ബഹുവചനമാണ് എന്ത്? ഈ ഒരു അലിംഗ ബഹുവചനം എന്ന് പറയുന്നത്. അതിന് മറ്റ് ഉദാഹരണങ്ങളാണ് അധ്യാപകർ, മൃഗങ്ങൾ, മക്കൾ. മക്കൾ എന്ന് പറയുമ്പോൾ പെൺകുട്ടികളാവാം, ആൺകുട്ടികളാവാം. ബന്ധുക്കൾ, ജനങ്ങൾ, മടിയർ, പക്ഷികൾ, നർത്തകർ
ഇങ്ങനെയൊക്കെ പറയുന്ന എന്താണ്? അലിംഗ ബഹുവചനമാണ്. അതായത് പുല്ലിംഗവും സ്ത്രീലിംഗവും ഒരുമിച്ച് ചേർന്ന് പൊതുവെയുള്ള ബഹുത്വം കാണിക്കുന്നതാണ് ഇത്. അടുത്തതാണ് പൂജക ബഹുവചനം. പൂജക ബഹുവചനം, അതായത് പൂജകം എന്ന് പറയുന്നത് തന്നെ ബഹുമാനം, ആദരവ് എന്നുള്ള അർത്ഥമാണ്. അതായത് ഒരാളോട് മാത്രമുള്ള ഒരു ബഹുമാനം കാണിക്കുന്നതിനായി ഏകവചന രൂപത്തോടൊപ്പം ബഹുവചന പ്രത്യയങ്ങളായ ആർ, കൾ, മാർ ഇതിലേതെങ്കിലും ചേർക്കും. അതായത് ഒരാൾ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ, പക്ഷെ അദ്ദേഹത്തോടുള്ള ബഹുമാന സൂചകമായിട്ട് ആ നാമത്തിൽ നമ്മൾ എന്തും കൂടി ചേർക്കും? അർന്നോ, കൾന്നോ, മാർന്നോ ഇതിലേതെങ്കിലും ചേർത്ത് എന്താക്കി പറയും? ബഹുമാനത്തോടെ ഒരു ബഹുവചന രൂപത്തിലാണ് പറയുന്നത്, ബഹുവചന പ്രത്യയം ഉപയോഗിച്ചാണ് പറയുന്നത്. അതിനാണ് പൂജക ബഹുവചനം എന്ന് പറയുന്നത്. ഒരാളാണ് കാണുള്ളൂ, പക്ഷെ ബഹുമാനം കാരണം ബഹുവചനത്തിലായിരിക്കും അത് പറയുന്നത്. ഇപ്പോൾ നോക്കുക, അർ, കൾ, മാർന്ന് യൂസ് ചെയ്യുന്നു പറഞ്ഞു. തിരുവടികൾ എന്ന് പറഞ്ഞാൽ ഒരാളെ ഉണ്ടായിരിക്കുള്ളൂ, പക്ഷെ ബഹുമാനത്തോടു കൂടി അങ്ങനെ വിളിക്കുന്നതാണ്. നിങ്ങൾ, താങ്കൾ, അതുപോലെ സ്വാമികൾ, ബ്രാഹ്മണർ, ശാസ്ത്രികൾ, ഭീഷ്മർ എന്നിവയൊക്കെ എന്തിൽ വരും? പൂജക ബഹുവചനത്തിലാണ് വരുന്നത്. ഇനി നമുക്കിതിൻ്റെ ചോദ്യോത്തരങ്ങൾ, മുമ്പേ ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യോത്തരങ്ങൾ നോക്കാം. താഴെ പറയുന്നവയിൽ അലിംഗ ബഹുവചനം ഏതാണ്? അലിംഗ ബഹുവചനം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷനിൽ ഗായികമാർ, വാനരന്മാർ, അധ്യാപകർ, തോഴിമാർ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നോക്കാം, ഗായികമാർ എന്ന് പറയുമ്പോൾ ഇതിൽ സ്ത്രീലിംഗമായിട്ടാണ് പറയുന്നത്. തോഴിമാർ എന്ന് പറഞ്ഞാലും സ്ത്രീലിംഗമായിട്ടാണ് പറയുന്നത്. വാനരന്മാർ എന്ന് പറയുമ്പോൾ പുല്ലിംഗമായിട്ടാണ് പറയുന്നത്. അധ്യാപകർ എന്ന് പറയുന്നത് അധ്യാപകർ എന്നാണ്, അധ്യാപകൻ എന്നല്ല. അധ്യാപകൻ, അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകർ എന്ന് പറയുമ്പോൾ ഇത് എന്താണ്? സ്ത്രീകളും പുരുഷന്മാരും അതിനുള്ളിൽ ഉൾപ്പെടുന്നതാണ് അല്ലേ? അധ്യാപകർ എന്നതിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ അധ്യാപകരാണ് അതിൽ അലിംഗ ബഹുവചനം. അടുത്തത് പൂജക ബഹുവചനത്തിന് ഉദാഹരണം: മക്കൾ, അദ്ദേഹം, അങ്ങ്, സ്വാമികൾ. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന അദ്ദേഹം എന്നൊക്കെ ബഹുമാനം ആ ഒരു രീതിയിലാണ് ഇതൊക്കെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് തോന്നുന്നു. അദ്ദേഹം, അങ്ങ് എന്നൊക്കെ ഉണ്ട്. പക്ഷെ എന്താണ് പൂജക ബഹുവചനം എന്ന് പറഞ്ഞാൽ ഒരാളെ ഉണ്ടായിരിക്കുള്ളൂ, പക്ഷെ ഈ ഒരു ബഹുമാന പ്രത്യയങ്ങൾ ചേർത്തിട്ടുണ്ടായിരിക്കും അല്ലേ? അല്ലെങ്കിൽ ബഹുവചന പ്രത്യയങ്ങൾ, ബഹുമാനത്തിന് വേണ്ടി ബഹുവചന പ്രത്യയങ്ങളായ കള്ള്, മാർ, കർ അതൊക്കെ ചേർത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ സ്വാമികൾ, അതാണ് ആൻസർ വരുന്നത്, സ്വാമികൾ. മലയാള ഭാഷയിൽ ഇല്ലാത്ത വചനം ഏത്? മലയാള ഭാഷയിൽ ഇല്ലാത്ത വചനം ഏതാണ്? ഏകവചനം, ദ്വിവചനം, ബഹുവചനം ഇവയൊന്നുമല്ല. നമ്മൾ ആദ്യം പഠിച്ചിരുന്നു സംസ്കൃതത്തിൽ മാത്രമാണ് എന്തുള്ളൂ? ദ്വിവചനം ഉള്ളൂ. അപ്പോൾ മലയാള ഭാഷയിൽ ഇതില്ല. താഴെ തന്നിരിക്കുന്നവയിൽ സലിംഗ ബഹുവചനം അല്ലാത്തത് ഏത്? സലിംഗ ബഹുവചനം അല്ലാത്തത്: നടന്മാർ, കുട്ടികൾ, ഗായകർ, നർത്തകികൾ. ഇതിൽ ഏതാണ് സലിംഗ ബഹുവചനം അല്ലാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നടന്മാരാണെങ്കിലും ഗായകർ, നർത്തകികളൊക്കെ സലിംഗമാണ്. അപ്പോൾ കുട്ടികൾ എന്ന് പറയുന്നതാണ് സലിംഗ ബഹുവചനം അല്ലാത്തത്. ഇനി അടുത്ത നിങ്ങൾക്കുള്ള ചോദ്യമാണ്. ഇതിൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ബ്രാഹ്മണർ എന്നത് ഏത് വിഭാഗത്തിൽപ്പെടുന്ന ബഹുവചനമാണ്? ബ്രാഹ്മണർ എന്ന് പറയുന്നത് സലിംഗ ബഹുവചനം, അലിംഗ ബഹുവചനം, പൂജക ബഹുവചനം, ഏകവചനം. ഇതിലേതാണ് ഈ ഒരു ബ്രാഹ്മണർ എന്നത് ഏത് വിഭാഗത്തിൽ പെടുന്നതാണ്? അപ്പം ഇത്രയാണ് നമ്മൾ ഈ ഒരു വചനം എന്നതിൽ പഠിച്ചത്. അതിൻ്റെ ചോദ്യോത്തരങ്ങളും പഠിച്ചു. കൂടുതൽ ചോദ്യങ്ങൾ വേണമെങ്കിൽ നമ്മൾ കൂടുതൽ പ്രാക്ടീസ് ക്വസ്റ്റ്യങ്ങൾ ഉൾപ്പെടുത്താം. അപ്പോൾ ഈ ഒരു നോട്ടും ഈ ചോദ്യങ്ങളും ഒക്കെ ഉള്ളതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നതാണ്. നമ്മുടെ വെബ്സൈറ്റിൽ ഇതിൻ്റെ നോട്ട്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ലിങ്ക് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് ഇത് ഒന്നുകൂടി പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്, പഠിക്കാവുന്നതാണ്, നോട്ട് ഉണ്ടാക്കാവുന്നതാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.